പറിച്ചതല്ല, താഴെ വീണതാണ് കേട്ടോ. അല്ല, ഞാനത് പറയുമായിരുന്നു, സാധാരണ പ്ലക്ക് ചെയ്യരുത്. അതേ വരണ്ട. ഓക്കെ ഓക്കെ. ഹലോ, നമസ്കാരം. നമസ്കാരം. സബിനെ, ഞങ്ങൾ ബാസീസ് വ്ലോഗ്സിൽ നിന്ന് വരികയാണ്. ഞങ്ങൾ ഓൺ ദ വേ വന്നപ്പോൾ ഈ റിസോർട്ട് കണ്ടു. ഞങ്ങൾക്ക് എന്തോ വളരെ ഭംഗിയായിട്ട് നിങ്ങളത് സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. തന്നെയല്ല, എൻ്റെ സുഹൃത്തുക്കളും ഈ ഒരു ഫീൽഡിലാണ്. ഓക്കെ. കാരണം ഈ റിസോർട്ട് അതിൻ്റെ കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഇത് പ്രയോജനപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റിസോർട്ട് ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നത് അതിൻ്റെ ആ ഫോർമൽ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് പിന്നെ മുമ്പോട്ട് എത്തിക്കുന്നത്, വർക്ക് ചെയ്ത് മുമ്പോട്ട് എത്തിക്കുന്നത്, അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, റൂം റെൻ്റ് എങ്ങനെയാണ്, അതിൻ്റെ നിങ്ങൾ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഷുവർ. ആദ്യമേ തന്നെ ബാസിക് വ്ലോഗ്സിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു നമസ്കാരം. താങ്ക് യു. പിന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വാഗമണ്ണിൽ നിന്ന് ഉപ്പുതറയ്ക്ക് പോകുമ്പം കുവലേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു 2 bedroom വില്ലയാണ്. പ്രോപ്പർട്ടിയുടെ പേര് ക്യാസ റെസ്റ്റോ ബൈ ദ ടീ ഗാർഡൻ എന്നാണ്. നമ്മൾ ഷോർട്ട്ലി ആയിട്ട് നെറ്റിലും എല്ലാം കിട്ടുന്നത് ക്യാസ റെസ്റ്റോ വാഗമണ്ണേ ഉണ്ടാവുള്ളൂ. പക്ഷേ പ്രോപ്പർ നെയിം എന്ന് പറയുന്നത് ക്യാസ റെസ്റ്റോ ബൈ ദ ടീ ഗാർഡൻ എന്നാണ്. അപ്പോൾ വാഗമൺ ടൗണിൽ നിന്ന് 12 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 2 bedroom വില്ലയാണ്. ഒരു ഹോട്ടൽ ഒരു ഇതിൽ നോക്കുവാണെങ്കിൽ, ഫീൽഡിൽ നോക്കുവാണെങ്കിൽ, ഒരു 4 star പ്രോപ്പർട്ടിയിൽ എന്തൊക്കെ ഒരു റൂംസിൽ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിക്കണോ അതെല്ലാം നമ്മൾ ഈ ഒരു ചെറിയ പ്രോപ്പർട്ടിയിൽ നമ്മുടെ റൂംസിലെല്ലാം നമ്മൾ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ അമ്യൂണിറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ പ്രോപ്പർട്ടിയിൽ നമുക്ക് മാക്സിമം 8 പേര് വരെ നമുക്ക് ബാച്ചിലേഴ്സായിട്ടും ഫാമിലി ആയിട്ടും വരുന്നുണ്ട്. നമുക്ക് 8 പേര് വരെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, 2 bedroom വില്ല ആയതുകൊണ്ട്. പിന്നെ പക്ഷേ നമ്മുടെ ബേസ് റേറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് 6 adultsനാണ്. 8 പേരെ ഉൾക്കൊള്ളിക്കാമെങ്കിലും 6 adultsനാണ് നമ്മുടെ ബേസ് റേറ്റ് വരുന്നത്. ആ റേറ്റ് എന്ന് പറയുന്നത് മൺഡേ ടു തേഴ്സ്ഡേ 15,000 രൂപ വിത്ത് ബ്രേക്ക്ഫാസ്റ്റും, ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ 16,000 രൂപ വിത്ത് ബ്രേക്ക്ഫാസ്റ്റുമാണ് 6 പേർക്ക്. 6 പേരുടെ മുകളിൽ പോകുമ്പം പെർ ഹെഡ് 1000 വെച്ചാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ റേറ്റ് കൂടുതലാണോ എന്ന് ചോദിക്കുന്നവർക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യാം. പക്ഷേ ഒന്ന് നമുക്ക് കിട്ടുന്ന കംഫർട്ടബിലിറ്റി, പിന്നെ അറ്റ് ദ സെയിം ടൈം നമുക്ക് കിട്ടുന്ന പ്രൈവസി, നമുക്ക് കിട്ടുന്ന സർവീസ്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ റേറ്റ് ഈസ് ഓക്കെ. അറ്റ് ദ സെയിം ടൈം ഇത് പൂളോട് കൂടിയുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി സെക്ടറുകളിൽ വരുന്ന റേറ്റ് ഇതാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് അപ്പോൾ ഇത് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് സ്ലോട്ടിൽ കയറിയാൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ഇപ്പോൾ OTA പ്ലാറ്റ്ഫോംസിലൊന്നും നമ്മൾ രജിസ്റ്റേർഡ് അല്ല. നമ്മൾ ഡയറക്റ്റ് ബുക്കിംഗ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. 8590779434 ആണ് നമ്മുടെ ബുക്കിംഗ് നമ്പർ. നിങ്ങൾക്ക് അതിലേക്ക് വിളിച്ചാൽ ഡയറക്റ്റായിട്ട് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ത്രൂ ആണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ റേറ്റ് സെയിം ആണ്. പിന്നെ ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമുക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് ക്യാമ്പ് ഫയർ, ബാർബിക്യൂ ഇതുപോലുള്ള എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് എക്സ്ട്രാ ചാർജസ് ആണ്. പക്ഷേ ബാച്ചിലേഴ്സായിട്ടും ഫാമിലി ആയിട്ടാണെങ്കിലും ആരൊക്കെ വന്നെങ്കിലും അവർക്ക് അടിച്ചു പൊളിക്കാം. നമ്മുടെ ഭാഗത്തു നിന്ന് സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എൻജോയ് ചെയ്യാൻ വന്ന 100%. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഇപ്പൊ ക്ലയൻസ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ വരുന്നത്. അവർക്ക് പല ഇൻട്രസ്റ്റഡ് ആയിരിക്കും കാണുന്നത്, പല ആക്ടിവിറ്റീസിൽ കാണാൻ താല്പര്യമുള്ളതായിരിക്കും വരിക. അപ്പൊ അവരെന്തെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുമെന്ന് ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, ഇപ്പൊ അവർ ഒന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനു മുമ്പ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും പറയാം. ഇപ്പോൾ നോർമലി നമ്മളിവിടെ വരുന്ന ഗസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അവരവർ പ്രൈവറ്റ് ആയിട്ട് വന്ന് ബാച്ചിലേഴ്സ് ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ഉണ്ടാകും. കൂടുതലായിട്ട് ചോദിക്കുക എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആയിട്ട് ബാർബിക്യൂ, ക്യാമ്പ് ഫയർ, പിന്നെ ജീപ്പ് സഫാരി, ഇതെല്ലാം നമ്മൾ എക്സ്ട്രാ വരുന്നത്. അതൊക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനുള്ള മറ്റു കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ബാക്കിലുണ്ട്, നമ്മുടെ ബാക്കിലുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരുത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സെബിൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വന്നാൽ അത്യാവശ്യം വളരെ നല്ല നിലയിലുള്ള ഒരു സർവീസ് അവർക്ക് കൊടുക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ പറഞ്ഞത് കേട്ടെടുത്തോളം യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ വന്ന് കണ്ട് നമുക്കും വളരെ സന്തോഷകരമായിട്ടുണ്ട്. ചെറിയൊരു മിനി പൂളുണ്ട്, മറ്റേ റൂംസ് ഒക്കെ ആണെങ്കിലും വളരെ മനോഹരമായിട്ട് വളരെ എലഗന്റ് എന്ന് വേണേൽ അവർക്ക് സംസാരിക്കാം. നമുക്ക് ആ റൂംസ് ഒക്കെ ഒന്ന് കാണട്ടെ. സെബിനെ മതി, വിത്ത് യുവർ പെർമിഷൻ കേട്ടോ. ഇതാണ് ആ റൂംസ്. വളരെ മനോഹരമായിട്ട് അവരത്
റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ വളരെ മനോഹരമാണ്. അതിലുപരി അതിന്റെ ഹൈജീനായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. വളരെ വൃത്തി നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡ് അതും കാണാം, വളരെ മനോഹരമാണ്. ഈ ബാക്ക് സൈഡിലുള്ള വ്യൂ നിങ്ങൾക്ക് ഇപ്പോൾ അത് കാണാൻ സാധിക്കും. ഇവിടെ ഒരു വരാന്ത പോലെയുണ്ട്. ഇവിടെ നിന്നുള്ള മോർണിംഗ് ടൈമിലെ ആ വ്യൂ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്ന് ഗസ് ചെയ്താൽ തന്നെ മനസ്സിലാവും എത്ര മനോഹരമായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 3:30-4 മണി ആയിട്ടുണ്ട്. 4:30-5 മണിയോട് അടുക്കുന്നു തോന്നുന്നു. എന്നിട്ട് അപ്പോഴാണ് ഈ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നത്. ഇതേ സെയിം തിങ് തന്നെ നമുക്കൊരു മോർണിംഗ് 6:30 ആ ഒരു ലെവലിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഒരുപക്ഷെ ഈ ഏരിയ കാണാൻ പോലും സാധിക്കില്ല. അതുപോലെ കോടമഞ്ഞ് ഇറങ്ങി കിടന്നേക്കാം എന്നുള്ള ഒരു എക്സ്പീരിയൻസ് സെബിൻ ഞങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് ഇവിടെ ഗസ്റ്റിന് വേണേ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ, ഇല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ലക്ഷറീസ് ഉണ്ട്. അത് വളരെ മനോഹരമാണ് കാഴ്ചകളെല്ലാം കാണാൻ. എന്തായാലും വളരെ ഹാപ്പിയാണ്. ഇവിടെ ഒരു ഗസ്റ്റ് വന്നാൽ തീർച്ചയായിട്ടും വർക്ക്ഫുൾ ആയിരിക്കും, അവർക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല. ഓക്കെ, ഈ സീസണിൽ നിങ്ങൾക്കും ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യാം. ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസും പുറകെ ഇടുന്നതാണ്. ബൈ.